വസ്ത്ര വ്യാപാര രംഗത്ത് മാറ്റത്തിന്റെ സൂര്യോദയം. മുറാദ് വെഡിംഗ് സെന്റർ, കുറ്റിപ്പുറം റോഡ്, കാരത്തൂർ. നമസ്കാരം. വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം തിരൂർ വെട്ടം സ്വദേശിയായ 78-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി തിരൂർ ബ്ലോക്ക് ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ വളവത്ത് വെട്ടം ന്യൂസിനോട് പറഞ്ഞു. വെട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. തിരൂർ ബ്ലോക്ക് ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ വളവത്തിന്റെ നേതൃത്വത്തിൽ വെട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. കുളം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കിണർ വെള്ളത്തിലും ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലോറിനേഷൻ നടത്തുക. ഒപ്പം നമ്മുടെ ടാങ്കുകൾ ഒരു 6 മാസത്തിലെങ്കിലും ഒരിക്കൽ വൃത്തിയായിട്ട് ക്ലീൻ ആക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വാർഡ് 14-ലും 15-ലും ഫീവർ സർവേ നടത്തും. അതുപോലെ തന്നെ ഈ സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത് ജലനിധിയുടെ ഒരു വാട്ടർ സോഴ്സ് ആണ്. അപ്പൊ അതിന്റെ സാമ്പിൾ ഇന്നലെ തന്നെ വൈകുന്നേരം ഈ അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ സാമ്പിൾ എടുത്ത് തിരുവനന്തപുരത്തേക്ക് പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയക്കുകയുണ്ടായി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് സൂപ്പർ ക്ലോറിനേഷൻ തുടങ്ങുകയാണ്. ഇപ്പോൾ 3 മണിക്ക് ശേഷം തന്നെ എല്ലാ സോഴ്സുകളും സൂപ്പർ ക്ലോറിനേഷൻ നടത്തും. അതുപോലെ പഞ്ചായത്തിലെ മൊത്തം എല്ലാ ഇടങ്ങളിലും പനി സർവേ നടത്താൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വാർഡ് നമ്പർ 14-ലും 15-ഉം ഇന്ന് തന്നെ പനി സർവേ കംപ്ലീറ്റ് ചെയ്യും. നാളെ മുതൽ ബാക്കിയുള്ള പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും പനി സർവേ കംപ്ലീറ്റ് ചെയ്യാനാണ് തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ഡോക്ടർ പ്രസന്നകുമാറും വെട്ടം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബുവും പറഞ്ഞു. ജനങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കാതെ നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശം നൽകുന്നുണ്ട്. പള്ളികളിലെ അവലിലെ വെള്ളം ഡെയിലി മാറ്റാനും, പിന്നെ വീടുകളിലെ ടാങ്കിലെ വെള്ളം അത് ഡെയിലി മാറ്റി ഉപയോഗിക്കാനും ആശമാർ മുഖേന എല്ലാ വാർഡിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർഡ് മെമ്പർ രഞ്ജുഷ, ഹെൽത്ത് സൂപ്പർവൈസർ, JHIമാർ, JPHLമാർ, നഴ്സുമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. കഴിഞ്ഞ ദിവസം ജലസ്രോതസ്സുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി തിരുവനന്തപുരം പബ്ലിക് ലാബിലേക്ക് അയച്ചിരുന്നു. പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഗൃഹസന്ദർശനവും ജലശുദ്ധീകരണവും ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പനി സർവേയും ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക് വെട്ടം.